മഹാനായ അബൂബക്കർ സിദ്ദീഖ് അഥവാ സത്യസന്ധൻ എന്ന വിശേഷണത്തിനുടമ, പ്രവാചകന്റെ ഉറ്റ ചങ്ങാതി, ആദ്യ ഖലീഫ, സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട സ്വഹാബികളിൽ പ്രമുഖൻ. ഖൈറിന്റെ ഇനങ്ങൾ 360 അതെല്ലാം താങ്കളിലുണ്ടെന്ന് തിരുനബി പറഞ്ഞ സ്വഹാബിവര്യൻ, പുരുഷന്മാർക്കിടയിൽ നിന്നും ഇസ്ലാം മതം സ്വീകരിച്ച ആദ്യ വ്യക്തി. അങ്ങനെ വിശേഷണങ്ങൾ ഏറെയുള്ള സ്വഹാബി. അന്ധകാരയുഗത്തിന്റെ കാളിമകളൊന്നുമേശാത്ത പൊതുസ്വീകാര്യനായിരുന്നു മുമ്പേ തന്നെ അദ്ദേഹം. പ്രസിദ്ധമായ ആനക്കലഹ സംഭവം നടന്നു 2 വർഷത്തിനുശേഷം AD 573 അദ്ദേഹം മക്കയിൽ ജനിക്കുന്നത്. മരുക്കാട്ടിന്റെ മുഴുവൻ വന്യതയും മനസ്സിലേക്കുകൂടി പകർത്തിവെച്ചവരാണ് അജ്ഞാനകാലത്തെ അറേബ്യൻ ജനത. എന്നാൽ കരുതലും കാരുണ്യവും കൊണ്ട് സഹജീവികൾക്ക് മരുപ്പച്ച തീർത്ത ചിലരും അവരിലുണ്ടായിരുന്നു. അനാഥകളെ സംരക്ഷിച്ചവർ, അബലർക്ക് ആലംബമേകിയവർ, ദുരന്തങ്ങളിൽ കൈപിടിച്ചവർ. ഇസ്ലാമികാശ്ലേഷണത്തിനു മുമ്പുതന്നെ ഇത്തരം സത്കൃത്യങ്ങൾ ജീവിതവ്രതമാക്കിയ അപൂർവം ചിലരിൽ അദ്വിതീയനാണ് മഹാനായ അബൂബക്കർ സിദ്ദീഖ്. അബൂ ഖുഹാഫ ഉസ്മാൻ, സൽമ ഉമ്മുൽ ഖൈർ എന്നിവരാണ് മാതാപിതാക്കൾ. ഖുറൈശി ഗോത്രത്തിലെ ബനൂതൈം വംശത്തിൽ സമ്പന്നരായ വസ്ത്രവ്യാപാരി കുടുംബത്തിലാണ് അദ്ദേഹത്തിന്റെ പിറവി. പ്രവാചകരുടെ ഗോത്രവും ഖുറൈശ് തന്നെയാണല്ലോ. തിരുദൂതരുടെ 5ാം പിതാമഹനായ കിലാബും അബൂബക്കർ സിദ്ദീഖിന്റെ 5ാം പിതാമഹനായ തൈമും സഹോദരങ്ങളാണ്. മുറത്താണ് ഇരുവരുടെയും പിതാവ്. പിൽക്കാലത്തെ ഉറ്റബന്ധത്തെ സാധൂകരിക്കും വിധം വംശപരമായും സാഹോദര്യം പുലർത്തി നബിയും സിദ്ദീഖും. ഇസ്ലാമിനു മുമ്പേ അബൂബക്കർ പുലർത്തിയ സാംസ്കാരിക ജീവിതത്തെക്കുറിച്ച് ചരിത്രം ഏറെ വാചാലമാണ്. പൊതുസമൂഹത്തെ ഗ്രസിച്ചിരുന്ന അജ്ഞാനത്തിന്റെ ദുശീലങ്ങളൊന്നും അദ്ദേഹത്തെ ദീക്ഷിച്ചിരുന്നില്ല. അക്കാലത്ത് സാർവത്രികമായിരുന്നു മദ്യപാനവും ബിംബാരാധനയും മറ്റു അശ്ലീലങ്ങളും. ഇവയിൽ നിന്നെല്ലാം അദ്ദേഹം പാടെ അകന്നുനിന്നു. ചീത്ത കൂട്ടുകെട്ടുകളുണ്ടായിരുന്നില്ല. പ്രവാചകരായിരുന്നു ഉറ്റ സുഹൃത്ത്. അതുകൊണ്ടുതന്നെ നന്മയാണ് ബാല്യം മുതൽ ശീലിച്ചത്. കുടുംബവ്യാപാരമായ വസ്ത്രക്കച്ചവടം AD 591 തന്റെ 18ാം വയസ്സിൽ ഏറ്റെടുത്തു. സിറിയയിലേക്കും മറ്റു ദേശങ്ങളിലേക്കും ഈ ആവശ്യാർത്ഥം ദീർഘയാത്രകൾ തുടർച്ചയായി നടത്തി. അദ്ദേഹത്തിന്റെ അധ്വാനശീലവും സമ്പാദ്യശീലവും മറ്റുള്ളവർക്ക് മാതൃകയായിരുന്നു. ഉത്തമമായ ഈ പശ്ചാത്തലം കാരണം ചെറുപ്പകാലത്തെ ഖുറൈശി പ്രമുഖരിലൊരാളായി പേരെടുത്തു. ഗോത്രതർക്കങ്ങളിലും പൊതുപ്രശ്നങ്ങളിലും മധ്യസ്ഥനായി. വിധിതീർപ്പുകൾ സ്വീകാര്യവുമായിരുന്നു. പാവങ്ങളോടുള്ള ദയാവായ്പ്, സേവനസന്നദ്ധത, ദുർബലരെ സഹായിക്കാനുള്ള മനസ്ഥിതി തുടങ്ങിയ സാമൂഹിക പ്രവർത്തനങ്ങൾ മൂലം പിതാവ് ജീവിച്ചിരിക്കെ തന്നെ അദ്ദേഹം കുടുംബത്തിൽ പ്രാമുഖ്യം നേടി. ഇസ്ലാമിനു മുമ്പും ശേഷവും അദ്ദേഹത്തിന്റെ ഈ ഔന്നിത്യം ശ്രദ്ധേയമാണ്. അദ്ദേഹത്തിന്റെ പിതാവിന്റെ നാമം ഉദ്മാൻ അബൂ ഖുഹാഫ എന്നും മാതാവിന്റെ പേര് സൽമ ഉമ്മുൽ ഖൈർ എന്നുമായിരുന്നു. അബൂബക്കർ ജനിച്ചപ്പോൾ അദ്ദേഹത്തിന് നൽകിയ നാമം അബ്ദുള്ള, ദൈവത്തിന്റെ ദാസൻ എന്നായിരുന്നു. വെളുത്ത് മെലിഞ്ഞ ശരീരപ്രകൃതമായിരുന്നു അബൂബക്കറിനുണ്ടായിരുന്നത്. മറ്റ് അറബ് കുട്ടികളെപ്പോലെ തന്നെ അദ്ദേഹം തന്റെ കുട്ടിക്കാലം ചെലവഴിച്ചത് ബദുക്കളുടെ ഇടയിലായിരുന്നു. അഹ്ലുൽ ഇബീർ അഥവാ ഒട്ടകങ്ങളുടെ ആളുകൾ. ഒട്ടകങ്ങളോട് പ്രത്യേകമായ ഒരു പ്രിയം സൂക്ഷിക്കുന്നവർ എന്നായിരുന്നു ബദുക്കൾ സ്വയം വിശേഷിപ്പിച്ചിരുന്നത്. ഇമാം സുയൂത്തിയുടെ താരീഖുൽ ഖുലഫ എന്ന ഗ്രന്ഥത്തിലെ വിവരണമനുസരിച്ച് ചെറുപ്പത്തിലെ അബൂബക്കർ വിഗ്രഹാരാധനയിൽ താൽപ്പര്യമില്ലാത്ത ആളായിരുന്നു. 10 വയസ്സായപ്പോൾ പിതാവിന്റെ കൂടെ കച്ചവട സംഘമായി ചേർന്ന് അബൂബക്കർ സിറിയയിലേക്ക് പോയി. ആ സമയം 12 വയസ്സുള്ള മുഹമ്മദും കച്ചവട സംഘത്തോടൊപ്പമുണ്ട്. മക്കയിലെ മറ്റു സമ്പന്ന കച്ചവട കുടുംബത്തിലെ കുട്ടികളെപ്പോലെ അബൂബക്കറും സാക്ഷരനും കവിതകളോട് താൽപ്പര്യം പ്രകടിപ്പിച്ചിരുന്ന വ്യക്തിയുമായിരുന്നു. വർഷാവർഷം ഉക്കാസിൽ നടക്കുന്ന കാവ്യസദസ്സിലും അദ്ദേഹം പങ്കെടുക്കുമായിരുന്നു. ഓർമ്മശക്തിയിൽ മികച്ചു നിന്നിരുന്ന അബൂബക്കറിന് അറബ് ഗോത്രങ്ങളുടെ വംശപരമ്പരകൾ കൃത്യമായി അറിയാമായിരുന്നു. പിന്നീടുള്ള വർഷങ്ങളിൽ അബൂബക്കർ സിദ്ദീഖ് നിരന്തരം വ്യാപാരയാത്രകൾ നടത്തി. യമൻ, സിറിയ കൂടാതെ മറ്റിടങ്ങളിലും അദ്ദേഹം ഈ ആവശ്യാർത്ഥം സഞ്ചരിച്ചു. കൂടുതൽ സമ്പാദ്യവും അനുഭവങ്ങളും ഈ യാത്രകൾ അദ്ദേഹത്തിന് സമ്മാനിച്ചു. നല്ല വ്യാപാരോന്നതി കൈവന്ന് അബൂബക്കറിന് സാമൂഹ്യ പദവിയിലും പ്രാധാന്യം ലഭിച്ചു. പിതാവ് ജീവിച്ചിരിക്കെ തന്നെ അബൂബക്കർ തന്റെ ഗോത്രത്തിന്റെ പ്രധാനിയായി അംഗീകാരം നേടി. ഗോത്രത്തിലെ തർക്കങ്ങൾക്ക് പരിഹാരം തേടി അദ്ദേഹത്തെയാണ് ആളുകൾ സമീപിച്ചിരുന്നത്. അബൂബക്കർ സിദ്ദീഖിന്റെ ഭരണത്തെപ്പറ്റിയും ഭരണകാലത്തുണ്ടായ വികസനങ്ങളെപ്പറ്റിയും പറയുന്നതിനു മുമ്പ് അദ്ദേഹത്തിന്റെ ആദ്യകാല ജീവിതത്തെപ്പറ്റി അല്പം പരാമർശിക്കുന്നത് സമുചിതമായിരിക്കും. അബൂബക്കർ എന്നത് അദ്ദേഹത്തിന്റെ ഓമനപ്പേരാണ്. എല്ലാവിധ എതിർപ്പുകളെയും തൃണവൽഗണിച്ചുകൊണ്ട് പുരുഷന്മാരിൽ വെച്ച് ആദ്യം ഇസ്ലാം മതം സ്വീകരിച്ചത് അദ്ദേഹമാണ്. നബി മെഹ്റാജിന്റെ സംഭവം വിവരിച്ചു കൊടുത്തപ്പോൾ അല്പം പോലും ആലോചിച്ചു നിൽക്കാതെ അത് അംഗീകരിക്കുകയാണ് അബൂബക്കർ ചെയ്തത്. ഇക്കാരണങ്ങളാൽ നബി അദ്ദേഹത്തെ സിദ്ദീഖ്, സത്യവാൻ എന്ന് വിളിച്ചു. നബിയുടെ മുറത്ത് എന്ന പിതാമഹനിൽ അദ്ദേഹത്തിന്റെ പിതൃബന്ധം ചെന്നുമുട്ടുന്നു. നബി ജനിച്ച് 2 വർഷവും അല്പം മാസങ്ങളും കഴിഞ്ഞ ശേഷമാണ് അബൂബക്കർ സിദ്ദീഖ് ഭൂജാതനായത്. നബിയെപ്പോലെ മക്കയിൽ തന്നെയാണ് ജനിച്ചത്. ധാരാളം ധനവും സമ്പാദിച്ചു. സൽസ്വഭാവിയും സർവ്വസ്വീകാര്യനുമായിരുന്നു അദ്ദേഹം. മദ്യപാനികളുടെ മധ്യത്തിൽ ജീവിച്ചിട്ടും ഒരു തുള്ളി മദ്യം പോലും അദ്ദേഹം കഴിച്ചില്ല. തന്റെ പിതാക്കന്മാരും പിതാമഹന്മാരും ബിംബാരാധകന്മാരായിരുന്നുവെങ്കിലും
ചെറുപ്പം മുതൽക്ക് തന്നെ അദ്ദേഹത്തിന് അതിനോട് കഠിന വെറുപ്പായിരുന്നു. അദ്ദേഹം എപ്പോഴും നബിയോടൊപ്പം തന്നെ വർത്തിക്കുകയും എല്ലാവിധേനയും നബിയെ സഹായിച്ചുകൊണ്ടിരിക്കുകയും ചെയ്തു. നബി മദീനയിലേക്ക് പലായനം ചെയ്തപ്പോൾ എല്ലാം കൈവെടിഞ്ഞുകൊണ്ട് അബൂബക്കർ നബിയെ അനുഗമിച്ചു. അദ്ദേഹം ഒരു ധനികനായിരുന്നു. എന്നാൽ തന്റെ ധനമെല്ലാം ഇസ്ലാമിനു വേണ്ടി ചെലവഴിച്ചു. തന്റെ സ്വന്തം കുടുംബത്തിനുപോലും യാതൊന്നും ബാക്കിവെക്കുകയുണ്ടായിരുന്നില്ല. പണക്കാരനായതോടുകൂടി തന്റെ എത്രയും ലളിതമായൊരു ജീവിതമാണ് അദ്ദേഹം സ്വീകരിച്ചത്. ഭരണത്തലവനായതിനു ശേഷവും ഇതേ നില തന്നെ അദ്ദേഹം തുടർന്നു. ഭരണാധികാരം ഏറ്റെടുത്തതിന്റെ അടുത്ത ദിവസം തന്റെ കുറച്ച് വസ്ത്രങ്ങളുമായി കച്ചവടത്തിനുവേണ്ടി പട്ടണത്തിലേക്ക് നടക്കുകയായിരുന്നു. വഴിയിൽ വെച്ച് ഉമർ അദ്ദേഹത്തെ തടയുകയും അങ്ങ് മുസ്ലിംകളുടെ ഖലീഫയായി കഴിഞ്ഞിരിക്കുന്നതിനാൽ ഈ ജോലി പറ്റുകയില്ലെന്ന് അദ്ദേഹത്തെ ഉണർത്തുകയും ചെയ്തു. അപ്പോൾ അദ്ദേഹം ചോദിച്ചത് തന്റെ കുടുംബത്തിന്റെ ജീവിതത്തിന് മറ്റെന്ത് മാർഗമാണ് സ്വീകരിക്കേണ്ടത് എന്നായിരുന്നു. ഈ സംഭവത്തെ തുടർന്ന് സ്വഹാബികൾ അദ്ദേഹത്തിന് തുച്ഛമായൊരു വേതനം നിശ്ചയിച്ചു കൊടുത്തു. അറേബ്യയിൽ ഖുറൈശികളിൽ ഒരു പ്രവാചകൻ ആഗതനാവുമെന്ന് വേദജ്ഞാനികളിൽ നിന്നും മറ്റുമായി ജനങ്ങൾ ഗ്രഹിച്ചിരുന്നു. ചില അടയാളങ്ങളിൽ നിന്ന് ആ പ്രവാചകൻ തന്റെ കൂട്ടുകാരൻ മുഹമ്മദ് നബിയാണെന്ന് സിദ്ദീഖ് മനസ്സിലാക്കുകയുണ്ടായി. ക്രൈസ്തവ ജൂത പുരോഹിതരിൽ നിന്ന് കേട്ട നബി വരവിനെക്കുറിച്ച് സയ്യിദുബ്നു അംറും ഉമയ്യത്തുബ്നു അബിസ്വൽത്തും നടത്തിയ ഒരു സംഭാഷണം കഅബയുടെ ചാരത്തിരിക്കുകയായിരുന്ന അബൂബക്കർ കേൾക്കാനിടയായത് ഇക്കാര്യത്തെപ്പറ്റി അദ്ദേഹത്തിന് കൂടുതൽ ഉൾക്കാഴ്ചയുണ്ടാക്കി. ഈ സംഭാഷണത്തിന്റെ നിജസ്ഥിതിയറിയാൻ വേദപണ്ഡിതനായ വറഖത്ത് ബിൻ നൗഫലിനെ സിദ്ദീഖ് സമീപിച്ചു. എല്ലാം കേട്ടുകഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ശരിയാണ് സ്നേഹിത, ആ പ്രവാചകൻ അറബികളിൽ ഉത്തമ വംശത്തിലാണ് പിറക്കുകയെന്ന് ഞങ്ങൾ വേദജ്ഞാനികൾക്കറിയാം. പിന്നെയും കുറച്ചുകാലം കഴിഞ്ഞാണ് പ്രവാചക നിയുക്തിയുണ്ടാവുന്നത്. ഉടൻ തന്നെ ഇസ്ലാം സ്വീകരിച്ച് പുരുഷന്മാരിലെ ഒന്നാമത്തെ വിശ്വാസിയായി അദ്ദേഹം. എന്റെ പ്രബോധിതരിൽ ഒട്ടും സംശയിക്കാതെയും താമസം വരുത്താതെയും കേട്ടപാടെ വിശ്വാസിയായത് സിദ്ദീഖാണെന്ന് നബി പ്രശംസിച്ചത് കാണാം. പ്രവാചകരോടുള്ള ഈ സമർപ്പണവും വിശ്വസ്തതയും കാരണം അബ്ദുള്ള എന്ന സ്വന്തം നാമത്തെ നിഷ്പ്രഭമാക്കും വിധം സിദ്ദീഖ് വിശ്വസ്തൻ എന്നും നരകമോചനം സ്ഥിരപ്പെട്ടതിനാൽ അതീഖ് എന്നും അദ്ദേഹം വിളിക്കപ്പെട്ടു. മക്കക്കാരുടെ പീഡനപർവത്തിൽ സത്യവിശ്വാസിയാവുന്നതും പ്രബോധന പ്രവർത്തനങ്ങൾ നടത്തുന്നതും ഒട്ടും എളുപ്പമായിരുന്നില്ല. എങ്കിലും തനിക്ക് ബോധ്യമായ സത്യത്തെ അവഗണിച്ച് വെളിച്ചത്തിന്റെ ശത്രുവാകാൻ അദ്ദേഹം തുനിഞ്ഞില്ല. തിരുനബി പരസ്യമായി പ്രബോധനം ആരംഭിച്ചിരുന്നില്ലെങ്കിലും ഒരുനാൾ സിദ്ദീഖ് ശത്രുക്കൾക്ക് ഇസ്ലാമിനെ പരിചയപ്പെടുത്തി പ്രസംഗം നടത്തി. ക്രുദ്ധരായ അവർ അദ്ദേഹത്തെ അടിച്ചുവീഴ്ത്തി. ബോധം കെട്ടു ഓർമ്മ തെളിഞ്ഞപ്പോൾ അദ്ദേഹം തിരക്കിയത് തിരുദൂതരെക്കുറിച്ചാണ്. തന്റെ അഭാവത്തിൽ ശത്രുക്കൾ നബിയെ ഉപദ്രവിച്ചോ എന്ന് ആധിപൂണ്ട ആ പ്രവാചക സ്നേഹി അവിടുത്തെ നേരിൽ കണ്ടപ്പോഴേ സമാധാനിച്ചുള്ളൂ. ഈ സംഭവം അദ്ദേഹത്തിന് ആദ്യത്തെ മതപ്രഭാഷകൻ എന്ന സ്ഥാനം നേടിക്കൊടുത്തു. അബൂബക്കറിന്റെ ഇസ്ലാമാശ്ലേഷം പ്രവാചകന്റെ പ്രബോധന ദൗത്യത്തിൽ ഒരു നാഴികക്കല്ലായിരുന്നു. അടിമ സമ്പ്രദായം മക്കയിൽ നടമാടിയിരുന്ന കാലമായിരുന്നു അത്. സ്വതന്ത്രനായ ഒരാൾ അക്കാലത്ത് ഇസ്ലാം സ്വീകരിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് എതിർപ്പുണ്ടെങ്കിൽ പോലും തന്റെ ഗോത്രത്തിന്റെ എല്ലാവിധ സംരക്ഷണവും കിട്ടിയിരുന്നു. അടിമകൾക്ക് പക്ഷേ അത്തരത്തിലുള്ള സംരക്ഷണം ലഭ്യമായിരുന്നില്ല. അവർ പീഡനങ്ങൾക്ക് വിധേയരായിരുന്നു. താൻ വിശ്വസിക്കുന്ന ആദർശത്തിനായി തന്റെ സമ്പാദ്യത്തിന്റെ നല്ലൊരു പങ്ക് അദ്ദേഹം നൽകി. സിദ്ദീഖിന്റെ പ്രബോധന ഫലമായി ഇസ്ലാമിലേക്ക് വന്ന പ്രധാനികൾ നിരവധിയാണ്. ഉസ്മാനുബിന് അഫാൻ, സുബൈറുബിന് അവ്വാം, അബ്ദുറഹ്മാനുബിന് ഔഫ്, അബൂ ഉബൈദത്തുൽ ജറാഹ്, സഅദുബിന് അബി വഖാസ്, ത്വൽഹത്തുബിന് ഉബൈദില്ല എന്നീ മഹാന്മാർ തുടങ്ങിയവർ അവരിൽപ്പെടുന്നു. സത്യമതം സ്വീകരിച്ചത് കാരണം ഉടമസ്ഥരുടെ മർദ്ദനമേറ്റ 7 അടിമകളെ അദ്ദേഹം വില കൊടുത്തു വാങ്ങി മോചിപ്പിച്ചിട്ടുണ്ട്. ഉള്ള സമ്പാദ്യമെല്ലാം സ്ത്രീകളും ദുർബലരുമായ ഈ അടിമകളുടെ മോചനത്തിന് ചെലവഴിക്കുന്നത് കണ്ട് അന്ന് വിശ്വാസിയല്ലാത്ത പിതാവ് ചോദിച്ചു, മോനെ, ഈ ദുർബലരെ സ്വതന്ത്രരാക്കിയിട്ട് എന്തു കിട്ടാനാണ്? തടിമിടുക്കുള്ളവരെ മോചിപ്പിച്ചിരുന്നെങ്കിൽ എതിരാളികളിൽ നിന്ന് നിനക്കവരൊരു തുണയായേന. അദ്ദേഹത്തിന്റെ മറുപടി ഇതായിരുന്നു, ഉപ്പ, അള്ളാഹുവിന്റെ പക്കലുള്ളത് മതി എനിക്ക്. ബിലാൽ, ആമിറുബിന് ഫുഹൈറ, സന്നീറ, നഹ്ദിയ, അവരുടെ മകൾ, ബനൂ മുഅമ്മിലുകാരുടെ ഭൃത്യ ഉമ്മു ഉബൈസ് എന്നിവരെയാണ് ശത്രുക്കളുടെ മർദ്ദനമുറകളിൽ നിന്ന് കനത്ത വിലയൊടുക്കി മഹാൻ സ്വാതന്ത്ര്യത്തിലേക്കു നയിച്ചത്. മുഹമ്മദ് നബിയുമായുള്ള ബന്ധം. ചെറുപ്പം മുതലേ നബിയുടെ അടുത്ത കൂട്ടുകാരനായിരുന്നു അബൂബക്കർ. ഈ ബന്ധം അവസാനം വരെ നിലനിൽക്കുകയും ചെയ്തു. അബൂബക്കറിന്റെ മകൾ ആയിഷയെ നബി വിവാഹം കഴിക്കുകയുണ്ടായി. നബിയുടെ അഭാവത്തിൽ നമസ്കാരത്തിന് നേതൃത്വം നൽകാൻ അബൂബക്കറിനെയാണ് ഏൽപ്പിച്ചിരുന്നത്. മുഹമ്മദ് നബി മദീനയിലേക്ക് പലായനം ചെയ്യുമ്പോൾ സഹയാത്രികനായി അബൂബക്കറുമുണ്ടായിരുന്നു. നിസ്കാരം കഴിഞ്ഞ് തിരിഞ്ഞിരുന്ന് സ്വഹാബികളുമായി സംവദിക്കുന്നതിനിടെ നബി ചോദിച്ചു, നിങ്ങളിൽ ആരാണിന്ന് വ്രതമെടുത്തവർ? ഉമറിന്റെ മറുപടി, ഞാൻ എടുത്തിട്ടില്ല സിദ്ദീഖ് ഉവെന്നു പറഞ്ഞു. രോഗിയെ സന്ദർശിച്ചവരുണ്ടോ? ചോദ്യം തുടരുകയാണ്. ഇല്ലെന്നു ഉമർ ആവർത്തിച്ചു. സിദ്ദീഖ് മുഖപ്രസന്നനായി, അതെ, അബ്ദുറഹ്മാൻ ബിൻ ഔഫിന് സുഖമില്ലെന്നറിഞ്ഞപ്പോൾ ഇന്ന് ഞാനദ്ദേഹത്തെ സന്ദർശിക്കാൻ പോയിരുന്നു. ദരിദ്രന് ഭക്ഷണം നൽകി സഹായിച്ചവർ ആരാണിന്ന്? ആർദ്രതയോടെ നബി തിരക്കി. സിദ്ദീഖ് വാചാലനായി, നബിയെ,
ഞാൻ നിസ്കരിച്ച് പള്ളിയിലിരിക്കുമ്പോൾ വിശക്കുന്ന ഒരു മിസ്കീനിനെ കാണാനിടയായി. എന്റെ പക്കൽ ഒന്നുമുണ്ടായിരുന്നില്ല. അപ്പോൾ എന്റെ മകൻ അബ്ദുറഹ്മാന്റെ അടുത്തുനിന്ന് വല്ലതും സംഘടിപ്പിക്കാൻ ശ്രമിച്ചു. ഒരു റൊട്ടികഷ്ണമാണ് കിട്ടിയത്. അത് ആ ദരിദ്രന് നൽകി. അബൂബക്കറിന്റെ വാക്കുകളിൽ ആത്മാർത്ഥത നിഴലിച്ചിരുന്നു. നബിയുടെ അധരമിടറി. അവിടുന്ന് പറഞ്ഞു, ഈ സൽഗുണങ്ങൾ ഒരാളിൽ ഒത്തുചേർന്നാൽ അയാൾ സ്വർഗ്ഗത്തിൽ പ്രവേശിച്ചതുതന്നെ. ഇസ്ലാമിക പ്രബോധന കാലഘട്ടത്തിലെ ആദ്യ 3 വർഷം മുസ്ലിങ്ങൾ തങ്ങളുടെ വിശ്വാസം രഹസ്യമാക്കി വെക്കുകയായിരുന്നു. പ്രാർത്ഥനകളും രഹസ്യമായിട്ടായിരുന്നു. AD 613 പ്രവാചകൻ ജനങ്ങളെ ഇസ്ലാമിലേക്ക് പരസ്യമായി ക്ഷണിക്കാൻ തീരുമാനിച്ചു. പ്രവാചകനോട് വിശ്വാസം പുലർത്തുന്നുവെന്ന പ്രഖ്യാപനം നടത്തുന്നതിനായി വിളിച്ചു ചേർത്ത ആദ്യ പൊതുയോഗത്തെ അഭിസംബോധന ചെയ്തത് അബൂബക്കറായിരുന്നു. രോഷാകുലനായ ഒരു ഖുറൈശി യുവാവ് അബൂബക്കറിന്റെ അടുത്തേക്ക് പാഞ്ഞെടുക്കുകയും ബോധരഹിതനാവുന്നതുവരെ അദ്ദേഹത്തെ ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തു. ഈ സംഭവത്തെ തുടർന്ന് അബൂബക്കറിന്റെ മാതാവും ഇസ്ലാം സ്വീകരിച്ചു. നിരവധി തവണ അബൂബക്കർ ഖുറൈശികളുടെ പീഡനത്തിന് വിധേയമായിട്ടുണ്ട്. ഒരിക്കൽ അബൂബക്കർ പിതാവ് അബൂ ഖുഹാഫയെ കൂട്ടി നബിസന്നിധിയിലെത്തി. വൃദ്ധപിതാവിനെ കണ്ട മാത്രയിൽ നബി പറഞ്ഞു, ഇദ്ദേഹത്തെ വീട്ടിലിരുത്തിയാൽ മതിയായിരുന്നു, ഞാനങ്ങോട്ട് വരുമായിരുന്നല്ലോ. അല്ല, ഇദ്ദേഹം അങ്ങയുടെ ചാരത്തേക്ക് വരേണ്ടയാളാണ് സിദ്ദീഖിന്റെ മറുപടി. തിരുദൂതർ വീണ്ടും, ഇദ്ദേഹത്തിന്റെ മകൻ നൽകുന്ന ദാനധർമ്മങ്ങളുടെ പുണ്യം കൊണ്ടാണ് പിതാവിനെ ഞങ്ങൾ അംഗീകരിക്കുന്നത്. ഇമാം തുർമുദി ഉദ്ധരിച്ച ഹദീസിൽ വന്നതിങ്ങനെ, റസൂൽ പറഞ്ഞു, നമുക്ക് ആര് ഉപകാരം ചെയ്താലും നാം പ്രത്യുപകാരം ചെയ്യാറുണ്ട്. പക്ഷേ അബൂബക്കർ നൽകുന്ന ഉപകാരങ്ങൾക്ക് നാം നൽകിയാലാവില്ല. അതിന് അല്ലാഹു തന്നെ പരലോകത്ത് പ്രതിഫലം നൽകുന്നതാണ്. അതാണ് വലിയ പ്രത്യുപകാരം. മക്കാ ജീവിതത്തിൽ അബൂബക്കർ തന്റെ സമ്പത്ത് നിർലോഭം വിനിയോഗം ചെയ്തിരുന്നു. തബൂക്ക് യുദ്ധത്തിന് തയ്യാറെടുപ്പ് നടത്തുന്ന സമയം സ്വഹാബികൾ ഓരോരുത്തരായി സംഭാവനകൾ കൊണ്ടുവന്നു തുടങ്ങി. അബൂബക്കർ സിദ്ദീഖും സംഭാവന നൽകി. ഇനിയും എന്താണ് വീട്ടിലുള്ളത്? നബി ചോദിച്ചു. അല്ലാഹുവും അവന്റെ റസൂലും എന്നായിരുന്നു അബൂബക്കറിന്റെ മറുപടി. ഇങ്ങനെ എത്രയോ ഉദാഹരണങ്ങൾ ആ ധന്യജീവിതത്തിലുടനീളം കാണാൻ കഴിയും. ഒരു ചില്ലിക്കാശിന്റെ നീക്കിയിരിപ്പില്ലാതെ പരലോകം പൂകിയ ഖലീഫയായിരുന്നു സിദ്ദീഖ് എന്ന ചരിത്രം. ഇസ്ലാം പുൽകിയതിന്റെ പേരിൽ അടിമകൾ മുതലാളിമാരുടെ കിരാതമർദ്ദനങ്ങൾക്കിരയായി. പീഡനപർവം അവരിൽ അടിച്ചേൽപ്പിക്കപ്പെട്ടു. ഉടമകൾക്ക് ആവശ്യമായ പണം കൊടുത്ത് ഇവരെ മോചിപ്പിക്കുന്നതിന് നന്മമരമായി അബൂബക്കർ നിലകൊണ്ടു. അങ്ങനെ സ്വാതന്ത്ര്യത്തിന്റെ സ്വർഗം അവരനുഭവിച്ചു. ദുരിതങ്ങളിൽ ഞെരിഞ്ഞമർന്ന അവർക്ക് ആശയും ആവേശവും ആദർശവും നൽകി സിദ്ദീഖ് വളർത്തി. ബിലാൽ, ആമിർ, സിന്നീറ, നെഹ്ദിയ തുടങ്ങിയവർ അവരിൽ ചിലർ മാത്രം. ഒരിക്കൽ അബൂബക്കറിന്റെ പിതാവ് ചോദിച്ചു, മോനെ, അതീവ ദുർബലരായ അടിമകൾക്കാണല്ലോ നീ മോചനം നൽകി വിട്ടയക്കുന്നത്. അവരെക്കൊണ്ട് നമുക്കൊരു ഉപകാരവും കിട്ടാനില്ലല്ലോ. അതിനാൽ എന്തെങ്കിലും പ്രത്യുപകാരം സിദ്ധിക്കുന്ന പ്രാപ്തരെ നോക്കി മോചിപ്പിച്ചുകൂടെ? പിതാവിനെ അടിമുടിയൊന്നു നോക്കി അദ്ദേഹം ഇങ്ങനെ പ്രതികരിച്ചു, അല്ലാഹുവിന്റെ പ്രീതി മാത്രമാണ് എന്റെ ലക്ഷ്യം. പ്രത്യുപകാര പ്രതീക്ഷ വേണ്ട. വിശുദ്ധ ഖുർആനിലെ 92-ാം അധ്യായം ഈ പരാമർശമാണ് വന്നിട്ടുണ്ട്. അല്ലാഹുവിനെ സൂക്ഷിക്കുകയും ധർമ്മം കൊടുക്കുകയും ചെയ്യുന്നവർക്ക് അത്യന്തം എളുപ്പമായതിലേക്ക് നാം സൗകര്യം ചെയ്തു കൊടുക്കുന്നതാണ്. പിശുക്ക് കാട്ടുകയും ധന്യത നടിക്കുകയും ഏറ്റവും നല്ലതിനെ നിഷേധിക്കുകയും ചെയ്തവർക്ക് അത്യന്തം ഞെരുക്കത്തിലേക്ക് സൗകര്യം ചെയ്യുന്നതാണ്. ദാനധർമ്മ സാന്ത്വന അവസരങ്ങളിലെല്ലാം 1-ാം സ്ഥാനത്തെത്തുന്നത് അബൂബക്കറാണ്. എനിക്കദ്ദേഹത്തെ മറികടക്കാൻ കഴിയുന്നില്ല. എന്നെങ്കിലും അവസരമൊത്താൽ അന്ന് തനിക്ക് 1-ാം സ്ഥാനത്തെത്തണം. ഉമർ മനസാ ശപഥം ചെയ്തു. ആയിടെയാണ് തിരുനബിയുടെ അഭ്യർത്ഥന വന്നത്. എന്റെ കയ്യിലപ്പോൾ കുറച്ച് പണമുണ്ടായിരുന്നു. അതിന്റെ നേർപാതിയുമായി ഞാൻ പ്രവാചക സദസ്സിലെത്തി സമർപ്പിച്ചു. എന്റെ പിന്നാലെ അതാ വരുന്നു അബൂബക്കർ. അദ്ദേഹത്തിന്റെ വകയും സഭയിൽ അർപ്പിച്ചു. ഉമർ, താങ്കൾ തന്നത് കഴിച്ചാൽ കയ്യിൽ വല്ലതും ശേഷിപ്പുണ്ടോ? നബി ആരാഞ്ഞു. ഉണ്ട് നബിയെ, ഈ കൊണ്ടുവന്ന അത്ര കണ്ട് എന്റെ അടുത്തുണ്ട്. ഞാൻ പറയുകയുണ്ടായി. റസൂൽ വീണ്ടും, അബൂബക്കർ, താങ്കളുടെ പക്കലോ? ഒന്നുമില്ല റസൂലേ, അല്ലാഹുവും തിരുനബിയും മാത്രമാണ് എന്റെ കുടുംബത്തിന് ശേഷിപ്പായിട്ടുള്ളത്. സിദ്ദീഖ് സന്തുഷ്ടനായി പറഞ്ഞു. ഇന്നും താൻ പരാജയപ്പെട്ടിരിക്കുന്നു. ഉമർ നിരാശനായി. ക്രിസ്താബ്ദം 617 ബനു ഹാഷിം കുടുംബത്തിനെതിരെ ഖുറൈശികൾ ബഹിഷ്കരണം പ്രഖ്യാപിച്ചു. പ്രവാചകൻ മുഹമ്മദും ബനു ഹാഷിമിൽപ്പെടുന്ന അദ്ദേഹത്തിന്റെ അനുയായികളും മക്കയിൽ നിന്ന് ബഹിഷ്കൃതരായി. ബനു ഹാഷിം വിഭാഗവുമായുള്ള എല്ലാ സാമൂഹിക ബന്ധങ്ങളും വിച്ഛേദിക്കപ്പെടുകയും അവർ ജയിലിലടക്കപ്പെട്ടവരെപ്പോലെ ആവുകയും ചെയ്തു. അതിനു മുമ്പ് തന്നെ ധാരാളം മുസ്ലിംകൾ അബീസീനിയയിലേക്ക്, ഇന്നത്തെ എത്യോപ്യ, പലായനം ചെയ്തു. അസ്വസ്ഥനായ അബൂബക്കർ യമനിലേക്കും അവിടെ നിന്ന് അബീസിനിയയിലേക്കും പോയി. മക്കയ്ക്ക് പുറത്തുള്ള ഇബ്നുദുഗ്ന എന്ന തന്റെ സുഹൃത്തിനെ അബൂബക്കർ കണ്ടു. ഖുറൈശികൾക്കെതിരെ ഇബ്നുദുഗ്നയുടെ സഹായം തേടിയ അബൂബക്കർ മക്കയിലേക്ക് തിരിച്ചുവന്നു. പക്ഷേ ഖുറൈശികളുടെ സമ്മർദ്ദം കാരണം ഇബ്നുദുഗ്ന അബൂബക്കറിന് നൽകിവന്ന സംരക്ഷണം പിൻവലിക്കാൻ നിർബന്ധിതനായി.
ഒരിക്കൽ കൂടി ഖുറൈശികൾക്ക് അബൂബക്കറിനെ മർദ്ദിക്കാനും പീഡിപ്പിക്കാനും സ്വാതന്ത്ര്യം ലഭിച്ചു. 620 പ്രവാചകന്റെ ഇസ്രാ മിഅ്റാജ് അഥവാ രാപ്രയാണം സംഭവത്തെ ആദ്യമായി വിശ്വസിക്കുന്ന വ്യക്തി അബൂബക്കറായിരുന്നു. സത്യസന്ധൻ, നേരായവൻ എന്നീ അർത്ഥങ്ങൾ വരുന്ന സിദ്ദീഖ് എന്ന നാമം പ്രവാചകന്റെ രാപ്രയാണത്തിൽ യാതൊരു സംശയവും പ്രകടിപ്പിക്കാതെ വിശ്വസിച്ചതുകൊണ്ട് നൽകപ്പെട്ടതാണെന്ന് പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നു. റോമൻ പേർഷ്യൻ യുദ്ധകാലഘട്ടത്തിൽ മക്കയിലെ ഖുറൈശികൾ അഗ്നിയാരാധകരായ പേർഷ്യക്കാരോടായിരുന്നു അനുഭാവം പ്രകടിപ്പിച്ചത്. എന്നാൽ മുസ്ലിംകൾ തങ്ങളുടെ അനുഭാവം കാട്ടിയത് അബ്രഹാമിക് ദൈവത്തിൽ വിശ്വസിക്കുന്ന വേദക്കാരായ ക്രിസ്ത്യാനികൾ ബൈസന്റൈൻ പക്ഷത്തോടായിരുന്നു. അവസാനം പേർഷ്യക്കാർ ബൈസന്റിനെതിരെ വിജയം വരിച്ചു. അതിനുശേഷം ഖുറാന്റെ അൽറൂം എന്ന അധ്യായത്തിന്റെ ഭാഗമായി ഇറങ്ങിയ വചനങ്ങളിലൂടെ ബൈസന്റന്റെ റോമക്കാരുടെ വിജയം പ്രവചിക്കുകയുണ്ടായി. റോമക്കാർ തങ്ങളുടെ നഷ്ടം വീണ്ടെടുക്കുമെന്നും ഏതാനും വർഷങ്ങൾക്കുള്ളിൽ പേർഷ്യക്കാർ പരാജയമുണ്ടാകും. ഈ വിഷയത്തിൽ ഉബയ്യ് ഇബ്നു ഖൽഫുമായി അബൂബക്കർ പന്തയം വെക്കുകയും പന്തയം നഷ്ടപ്പെടുന്ന ആൾ 100 ഒട്ടകം നൽകണമെന്ന് തീരുമാനിക്കപ്പെടുകയും ചെയ്തു. പന്തയത്തിനു ഇസ്ലാമിൽ നിരോധനം വരുന്നതിനു മുമ്പാണ് ഈ സംഭവം. 627 പേർഷ്യക്കെതിരെ റോമിന്റെ ബൈസന്റൻ നിർണായകമായ വിജയത്തോടെ അബൂബക്കർ പന്തയജേതാവായി പ്രഖ്യാപിക്കപ്പെട്ടു. ഉബയ്യ് ഇബ്നു ഖൽഫ് അപ്പോൾ ജീവിച്ചിരുന്നില്ലെങ്കിലും അദ്ദേഹത്തിന്റെ അനന്തരാവകാശികൾ കരാർ മാനിച്ചുകൊണ്ട് അബൂബക്കറിന് 100 ഒട്ടകങ്ങളെ നൽകി. അബൂബക്കർ ഈ 100 ഒട്ടകങ്ങളും ദാനം ചെയ്യുകയാണുണ്ടായത്. അബൂബക്കർ സിദ്ദീഖ് 4 വിവാഹം ചെയ്തിട്ടുണ്ട്. ഇസ്ലാമിനു മുമ്പ് ഖുതൈല, ഉമ്മുറുമാൻ എന്നിവരെ, ആദ്യ ഭാര്യയിൽ അബ്ദുല്ല, അസ്മാ എന്നിവരും രണ്ടാം ഭാര്യയിൽ അബ്ദുറഹ്മാൻ, ആയിഷ എന്നീ സന്താനങ്ങളും പിറന്നു. ഇസ്ലാമിനു ശേഷം അസ്മാ ബിന്ത് ഉമൈസ്, ഹബീബ ബിന്ത് ഖാരിജ എന്നിവരെയും നിഗാഹ് ചെയ്തു. അസ്മായിൽ മുഹമ്മദും ഹബീബയിൽ ഉമ്മുകുൽസൂമും എന്നിവരും ജനിച്ചു. അവിശ്വാസികളുടെ അക്രമങ്ങൾ നിമിത്തം സ്വദേശത്തുനിന്ന് ഹിജറഹ പോകുവാൻ പുണ്യനബി നിർബന്ധിതനായപ്പോൾ രാത്രിയിൽ നബിയും അബൂബക്കർ സിദ്ദീഖും കൂടി പുറപ്പെട്ട് ഥൗർ മലയിലെ ഗുഹയിൽ പോയി ഒളിച്ചിരിക്കുകയും ഗുഹാമുഖത്ത് ചെന്ന് എത്തിനോക്കിയ ശത്രുക്കളുടെ ദൃഷ്ടിയിൽപ്പെടാതെ അത്ഭുതകരമാം വണ്ണം അവർ രക്ഷപ്പെടുകയും ചെയ്ത സന്ദർഭത്തെയാണ് അല്ലാഹു ഉദാഹരണമായി എടുത്തുകാട്ടിയത്. ആ സമയത്ത് നബിയും അവിടത്തെ ചങ്ങാതി അബൂബക്കറുമല്ലാതെ മൂന്നാമതൊരാളുണ്ടായിരുന്നില്ലല്ലോ. ഇസ്ലാം വിശ്വാസത്തെ അപരാധമായി കണ്ട മക്കയിലെ ശത്രുക്കൾ അക്കാരണത്താൽ മുസ്ലിംകളെ ആക്രമിച്ചുകൊണ്ടിരുന്നു. പ്രധാനിയായിരുന്നെങ്കിലും അബൂബക്കറിനെയും അവർ വെറുതെ വിട്ടില്ല. ഉപദ്രവം അസഹ്യമായപ്പോൾ എത്യോപ്യയിലേക്ക് ആത്മരക്ഷാർത്ഥം പുറപ്പെട്ടു. വഴിമധ്യേ അദ്ദേഹത്തെ കണ്ട വർത്തകപ്രധാനിയും ഖാറ ഗോത്രത്തലവനുമായ ഇബ്നു ദുഗുന്നത്ത് കാര്യമറിഞ്ഞപ്പോൾ പിന്തിരിപ്പിച്ചു, സംരക്ഷണമേറ്റു. വാക്കുലംഘിക്കാത്ത ബന്ധങ്ങൾ പുനഃസ്ഥാപിക്കുന്ന ദുർബലർക്കത്താണിയായ താങ്കൾ മക്ക വിടരുത് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ന്യായം. ചില നിബന്ധനകളോടെ ഇബ്നു ദുഗുന്നത്തിന്റെ സംരക്ഷണ പ്രഖ്യാപനം ഖുറൈശികൾ അംഗീകരിച്ചതിനാൽ അബൂബക്കർ തിരിച്ചുവന്നു. എന്നാൽ സ്വന്തം വീടിനടുത്ത് പള്ളി നിർമ്മിച്ച് നിസ്കാരവും ഖുർആൻ പാരായണവും ദൈവഭയത്താലുള്ള കരച്ചിലുമൊക്കെ കണ്ട് അവിടെ മക്കയിലെ സ്ത്രീകളും കുട്ടികളും സംഘടിക്കാൻ തുടങ്ങിയപ്പോൾ ഖുറൈശികൾ അത് കരാർ ലംഘനമായി പ്രഖ്യാപിച്ച് ഇബ്നു ദുഗുന്നത്തിനെ ഭീഷണിപ്പെടുത്തി സംരക്ഷണം പിൻവലിപ്പിച്ചു. തനിക്ക് അല്ലാഹുവിന്റെ കാവൽ മതിയെന്നായിരുന്നു അപ്പോൾ മഹാന്റെ പ്രതികരണം. തുടർന്നും ശത്രുപീഡനം രൂക്ഷമായപ്പോഴാണ് AD 622 പ്രവാചകരും അദ്ദേഹവും മദീനയിലേക്ക് ഹിജ്റ പോകുന്നത്. വഴിമധ്യേ സൗർ ഗുഹയിൽ അവർ ഒളിച്ചുപാർത്തതും ശത്രുക്കൾ അവിടെ തിരഞ്ഞുവന്നതും പ്രസിദ്ധം. ആ രംഗം സൂചിപ്പിച്ചുകൊണ്ട് സ്വാഹിബ് സാനിയനൈനി, കൂട്ടുകാരൻ രണ്ടാമൻ എന്നാണ് ഖുർആൻ വിശേഷിപ്പിച്ചത്. വ്യാഖ്യാതാക്കളുടെ അഭിപ്രായപ്രകാരം പരിശുദ്ധി നേടാനായി സ്വന്തം ധനം നൽകുന്ന ഏറ്റവും സൂക്ഷ്മതയുള്ള വ്യക്തി അതിൽ നിന്ന് നരകം അകറ്റി നിർത്തപ്പെടുന്നതാണ് എന്ന് പരാമർശിച്ചതും സിദ്ദീഖിനെക്കുറിച്ചാണ്. അബൂബക്കർ തന്നോട് ഇപ്രകാരം പറഞ്ഞതായി അനസ് എന്നവർ ഉദ്ധരിക്കുന്നു. ഞങ്ങൾ ഗുഹയിലായിരുന്നപ്പോൾ ഞാൻ നബിയോട് പറഞ്ഞു, അവരിൽ ശത്രുക്കളിൽ ആരെങ്കിലും അവരുടെ കാലടിക്ക് താഴോട്ടു നോക്കിയാൽ നമ്മെ കാണുമല്ലോ. അപ്പോൾ നബി പറഞ്ഞു, അബൂബക്കറെ, അല്ലാഹു മൂന്നാമനായിക്കൊണ്ടുള്ള 2 പേരെപ്പറ്റി താങ്കളുടെ വിചാരമെന്താണ്? അവരെ തേടി നടക്കുന്ന ശത്രുക്കൾ ഗുഹാമുഖത്ത് നിൽക്കുന്നത് കണ്ടപ്പോഴാണ് സിദ്ദീഖ് ഇത് പറഞ്ഞതും നബി അദ്ദേഹത്തെ സമാധാനിപ്പിച്ചതും. അദ്ദേഹത്തിന്റേറെ വ്യസനം സ്വന്തം കാര്യത്തിലല്ല, നബിയുടെ കാര്യത്തിലായിരുന്നു. ഈ സന്ദർഭത്തെപ്പറ്റിയാണ് അദ്ദേഹം തന്റെ ചങ്ങാതിയോട് വ്യസനിക്കേണ്ട, നിശ്ചയമായും അല്ലാഹു നമ്മുടെ കൂടെയുണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ അല്ലാഹു അദ്ദേഹത്തിന് തന്റെ വക മനസ്സമാധാനം ഇറക്കിക്കൊടുത്തു എന്നു പറഞ്ഞത് ഇബ്നു കഥീർ മുതലായവർ ചൂണ്ടിക്കാട്ടിയതുപോലെ നബിയെ ഉദ്ദേശിച്ചും അബൂബക്കറിനെ ഉദ്ദേശിച്ചുമാകാവുന്നതാണ്. എങ്കിലും അബൂബക്കറിനെ ഉദ്ദേശിച്ചായിരിക്കുവാനാണ് കൂടുതൽ ന്യായമെന്നും ചിലർ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നു. കാരണം നബിക്കു മനസ്സമാധാനക്കുറവുണ്ടായിട്ടില്ല. അബൂബക്കറിനായിരുന്നു നബിയെ ഓർത്തു മനസ്സമാധാനമില്ലാതിരുന്നത്. ഇങ്ങനെ ഏതർത്ഥത്തിലും സമുദായത്തിൽ റസൂലിനു പിറകെ രണ്ടാമനാണു സിദ്ദീഖ്. പ്രവാചകരുമായി അത്രയേറെ ഹൃദയബന്ധം പുലർത്തുകയും സ്വയം സമർപ്പണം നടത്തുകയും ചെയ്തു അദ്ദേഹം. നബിയുടെ മന്ത്രിസ്ഥാനത്തായിരുന്നു അദ്ദേഹമെന്ന് സഈദ് ഇബ്നുൽ മുസയ്യിബ് പറയുന്നു. അദ്ദേഹം തുടരുന്നു,
എല്ലാ കാര്യങ്ങളിലും ദൂതർ അദ്ദേഹത്തിന്റെ അഭിപ്രായമാരായും ഇസ്ലാം സ്വീകരണത്തിലും സൗർ ഗുഹയിലും ബദ്റിലെ കൂടാരത്തിലും ഖബറിലും അദ്ദേഹമാണ് രണ്ടാമൻ. സിദ്ദീഖിനേക്കാൾ മറ്റാർക്കും നബി മുൻഗണന നൽകിയിരുന്നില്ല. അന്ത്യനാളിൽ ഹൗദുൽ കൗസറിലും പുണ്യറസൂലിന്റെ കൂട്ടുകാരൻ മഹാൻ തന്നെ. ആ അടുപ്പം അവർ പരസ്പരം പുലർത്തി. സ്വന്തം പണം ചെലവാക്കുന്ന സ്വാതന്ത്ര്യത്തോടെ സിദ്ദീഖിന്റെ സമ്പാദ്യമെടുത്തും ഉപയോഗിക്കുമായിരുന്നു അവിടുന്ന്. അബൂബക്കറിന്റെ സമ്പത്ത് ഉപകരിച്ച പോലെ മറ്റാരുടേതും എനിക്ക് പ്രയോജനം ചെയ്തിട്ടില്ലെന്ന് ഒരിക്കൽ മുഹമ്മദ് നബി അനുസ്മരിച്ചപ്പോൾ കണ്ണീർ പൊഴിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഞാനും എന്റെ മുതലും അങ്ങേക്കുള്ളതല്ലേ നബിയേ? പണത്തോടടുക്കുമ്പോൾ ബന്ധങ്ങൾ മറക്കുകയും വിശ്വസ്തത നഷ്ടപ്പെടുത്തുകയും ചെയ്യുന്ന ആധുനിക പ്രവണതകൾക്ക് ചരിത്രത്തിന്റെ തിരുത്താണ് ഈ ചരിത്രം. അബൂബക്കർ സിദ്ദീഖ് ഭരണസാരഥ്യം ഏറ്റെടുത്തതിനുശേഷം ആദ്യമായി ചെയ്തത് ആഭ്യന്തരരംഗം ഭദ്രമാക്കലായിരുന്നു. മുഹമ്മദ് നബിയുടെ കാലത്ത് തന്നെ അറേബ്യ ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ വരുതിയിലായി കഴിഞ്ഞിരുന്നെങ്കിലും ചില പ്രദേശക്കാർ ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇസ്ലാമിനെ പൂർണ്ണമായി ഉൾക്കൊള്ളാത്തവരും ഇസ്ലാം ആശ്ലേഷിച്ചവരിൽ ഉണ്ടായിരുന്നു. ഇവർ നബിയുടെ മരണശേഷം കലാപത്തിനു മുതിർന്നു. ചില ഗോത്രങ്ങൾ നബിയുടെ കാലത്ത് രാഷ്ട്രത്തിന് നൽകിയ സക്കാത്ത് നൽകുന്നതിൽ വിമുഖത കാണിച്ചു. യമാമക്കാരനായ മുസൈലിമ പ്രവാചകത്വവാദവുമായി രംഗത്തുവന്നു. വ്യാജപ്രവാചകനായതുകൊണ്ട് മുസൈലിമത്തുൽ കദ്ദാബ് എന്നാണ് ഇസ്ലാമിക ചരിത്രത്തിൽ ഇയാൾ അറിയപ്പെടുന്നത്. ഈ കലാപക്കാരെ നേരിടുകയാണ് അബൂബക്കറിന് ആദ്യമായി ചെയ്യാനുണ്ടായിരുന്നത്. സക്കാത്ത് നിഷേധികളെ ഖലീഫ കരുതലോടെ വീക്ഷിച്ചു. ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ ബൈത്തുൽമാലിലേക്ക് സക്കാത്ത് നൽകാതിരിക്കുന്നത് രാഷ്ട്രത്തിൽ നിന്ന് വേറിട്ടുപോകുന്നതിന് തുല്യമായിരുന്നു. അദ്ദേഹം പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലിന് നൽകിയ ഒരു ഒട്ടകക്കയറാണ് എനിക്ക് നിഷേധിക്കുന്നതെങ്കിൽ പോലും അതിന്റെ പേരിൽ അവർക്കെതിരെ ഞാൻ യുദ്ധം ചെയ്യും. എത്ര ധീരമായ പ്രഖ്യാപനം! കലാപം മുളയിലെ നുള്ളിക്കളയുവാൻ അദ്ദേഹത്തിനു കഴിഞ്ഞു. മുസൈലിമ, തുലൈഹ, അസ്വദുൽ അൻസി എന്നിവർ കള്ളപ്രവാചകവാദവുമായി രംഗത്തുവന്നു. ഇവരിൽ പ്രമുഖൻ അബൂഹനീഫ ഗോത്രക്കാരനായ മുസൈലിമയായിരുന്നു. വ്യാജപ്രവാചകത്വവാദവുമായി രംഗപ്രവേശനം ചെയ്ത ക്രിസ്ത്യൻ സ്ത്രീയായ സജാഹിനെ മുസൈലിമ വിവാഹം കഴിച്ചു. മുസൈലിമ 40,000-തോളം വരുന്ന സൈന്യത്തെ സംഘടിപ്പിച്ചു. അവരെ നേരിടാൻ ഖാലിദുബ്നുൽ വലീദിന്റെ നേതൃത്വത്തിൽ ഒരു സൈന്യത്തെ ഖലീഫ അയച്ചു. യമാമ എന്ന സ്ഥലത്തുവെച്ച് ഇരു സൈന്യങ്ങളും ഏറ്റുമുട്ടി. ധീരനായ ഖാലിദുബ്നുൽ വലീദിന്റെ നിർണായകവും തന്ത്രപരവുമായ നീക്കത്താൽ ശത്രുസൈന്യം പരാജയപ്പെട്ടു. മുസൈലിമ കൊല്ലപ്പെട്ടു. ഇരുപക്ഷത്തും വലിയ ആൾനാശമുണ്ടായ യമാമ യുദ്ധത്തിൽ ഖുർആൻ മനപ്പാടമുള്ള 700ഓളം സ്വഹാബികൾ രക്തസാക്ഷികളായതായി റിപ്പോർട്ടുകളുണ്ട്. അതിലളിതമായ ജീവിതമാണ് ഖലീഫയും കുടുംബവും നയിച്ചത്. ഭരണമേറ്റ ശേഷവും കൈതൊഴിലും കച്ചവടവും ചെയ്തും ആടുകളെ മേയ്ച്ചുമൊക്കെയാണ് പുലർന്നത്. ജനസേവനത്തിന് സമയം തികയാതെ വന്നപ്പോൾ 6 മാസത്തിനുശേഷം പൊതുഖജനാവിൽ നിന്ന് ഖലീഫയ്ക്ക് വേതനം നിശ്ചയിച്ചു കൊടുത്തു. മാസം 500 ദിർഹം. തുടർന്ന് അദ്ദേഹം കച്ചവടവും മറ്റും ഉപേക്ഷിച്ചു. എന്നാൽ 2 വർഷത്തിലേറെ ഭരിച്ചിട്ടും അദ്ദേഹം ആകെ വാങ്ങിയത് 8000 ദിർഹം മാത്രമാണ്. മരണമടഞ്ഞപ്പോൾ പൊതുഖജനാവിൽ നിന്ന് ചെലവുവിഹിതം പറ്റിയതിനു പകരമായി സ്വന്തം ഭൂമി മുസ്ലിങ്ങൾക്ക് നിശ്ചയിക്കുകയും തന്റെ ഭൃത്യർ, വാഹനം, മറ്റു സാമഗ്രികൾ എന്നിവ ശേഷം വരുന്ന ഖലീഫയ്ക്ക് വിട്ടുകൊടുക്കാൻ ഏൽപ്പിക്കുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ നിര്യാണാനന്തരം ഇതെല്ലാം തന്റെ അടുക്കലേക്ക് കൊണ്ടുവന്നപ്പോൾ 2ാം ഖലീഫ ഉമർ മുൻഗാമിയുടെ മഹനീയ മാതൃകയ്ക്കു മുമ്പിൽ വിതുമ്പി. ഹിജ്റ 13 ജമാദുൽ ആഖിർ 7 പനി ബാധിച്ച ഖലീഫ നിസ്കാരത്തിന് നേതൃത്വം നൽകാൻ പോലുമാകാതെ 15 നാൾ രോഗശയ്യ പ്രാപിച്ചു. ഇമാമത്തിന് ഉമറിനെയാണ് അദ്ദേഹം നിയോഗിച്ചത്. ചികിത്സകനെ കാണിക്കാൻ നിർദ്ദേശിച്ചവരോട് ഖലീഫ തന്നെ വൈദ്യൻ പരിശോധിച്ചുവെന്ന് പറഞ്ഞു. എന്താണ് അദ്ദേഹം നിർദ്ദേശിച്ചതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞതിങ്ങനെ, ഞാൻ ഉദ്ദേശിച്ചത് പ്രവർത്തിക്കും. അല്ലാഹുവിനെ സൂചിപ്പിച്ചാണിദ്ദേഹം പറഞ്ഞത്. തന്റെ ശേഷം ഖിലാഫത്തിനെ ചൊല്ലി സമുദായം ഭിന്നിക്കാതിരിക്കാൻ സ്വഹാബി പ്രമുഖരോട് ചർച്ച നടത്തി ഉമറിനെ ഖലീഫയായി നിശ്ചയിച്ചുകൊണ്ട് അദ്ദേഹം വസ്വിയ്യത്തെഴുതി, ബിസ്മില്ലാഹ്, റസൂലിന്റെ ഖലീഫ അബൂബക്കർ ദുനിയാവിലെ അവസാനത്തെയും പരലോകത്തെ ആദ്യത്തേതുമായി ചെയ്യുന്ന ഉടമ്പടിയാണിത്. നിങ്ങളുടെ നന്മക്കായി ഞാൻ ഉമറിനെ സേവകനാക്കി നിയോഗിക്കുന്നു. അദ്ദേഹം ക്ഷമയും നീതിയും കൈകൊണ്ടാൽ അത് അദ്ദേഹത്തെക്കുറിച്ച് എനിക്കുള്ള അറിവിനോടും പ്രതീക്ഷയോടും യോജിച്ചു. ഇനി അദ്ദേഹം അക്ഷമയും അനീതിയും കാണിച്ചാൽ ഭാവി എന്റെ പക്കലല്ല. ഞാൻ നന്മയെ ഉദ്ദേശിച്ചുള്ളൂ. സ്വന്തം പ്രവൃത്തികൾ അവരവർക്കനുഭവിക്കാം. അക്രമികളുടെ മടക്കമെങ്ങോട്ടാണെന്ന് പിന്നീടവരറിയും. ഈ സന്ദേശം ഉമർ മുസ്ലിംകളെ വായിച്ചു കേൾപ്പിച്ചു. ഉമറിനോടും മഹാൻ അന്ത്യോപദേശം നൽകി. ജനങ്ങളോട് അദ്ദേഹം ചോദിച്ചു, എന്റെ കുടുംബക്കാരായ ആരെയുമല്ല, ഉമറിനെയാണ് ഞാൻ ഖലീഫയാക്കിയിട്ടുള്ളത്. നിങ്ങൾക്കതു സമ്മതം തന്നെയല്ലേ? ജനങ്ങൾ ഏകസ്വരത്തിൽ അദ്ദേഹത്തിന്റെ തീരുമാനത്തോട് യോജിപ്പ് പ്രകടിപ്പിച്ചു. AD 634 ആഗസ്റ്റ് 23 ജമാദുൽ ആഖിർ 21. പനി കടുത്തുകൊണ്ടിരുന്നു. സ്വഹാബികൾ ഖലീഫയുടെ അടുത്തുതന്നെ കഴിഞ്ഞു. റസൂലിനു പിറകെ ഉറ്റ കൂട്ടുകാരനും യാത്രയാവുകയാണെന്ന് അവർ ദുഃഖത്തോടെ തിരിച്ചറിഞ്ഞു. തിരുദൂതരുടെ വഫാത്തോടെ അശാന്തമായ അറേബ്യൻ ഉപഭൂഖണ്ഡത്തിൽ സമാധാനം പുനഃസ്ഥാപിച്ച് പടനായകൻ പിൻവാങ്ങുകയാണ്.
സ്നേഹിതൻ സ്നേഹിതനോട് ചേരുന്നു. എന്നെ മുസ്ലിമായി മരിപ്പിക്കണേ, എന്നെ സജ്ജനങ്ങളോട് ചേർക്കണേ. അവസാനമായി ഖലീഫ പറഞ്ഞ വാചകം. ആത്മാവ് അകലുകയാണ്. മലക്കുകൾ ആദരവോടെ അതേറ്റുവാങ്ങി. റസൂലിന്റെ അതേ വയസ്സ് 63-ൽ ഖലീഫയുടെ വിയോഗ വാർത്തയറിഞ്ഞപ്പോൾ മദീന മലർവനി ഒരിക്കൽ കൂടി ശോകാർദ്രമായി. വസ്വിയ്യത്ത് പ്രകാരം ഭാര്യ അസ്മാ തന്നെ ഭർത്താവിന്റെ ഭൗതികദേഹം കുളിപ്പിച്ചു. പുത്രൻ അബ്ദുറഹ്മാന്റെ സഹായത്തോടെ പുതിയ ഖലീഫ ഉമറിന്റെ നേതൃത്വത്തിലായിരുന്നു ജനാസ നിസ്കാരം. ഉമർ, ത്വൽഹത്ത്, ഉസ്മാൻ, അബ്ദുറഹ്മാൻ എന്നിവർ ചേർന്ന് മയ്യിത്ത് ഖബറിലേക്ക് വെച്ചു. മകളും നബിപത്നിയുമായ ആയിഷയുടെ വീട്ടിൽ നബിയുടെ ചാരത്ത് ആ പുണ്യപുരുഷൻ നിത്യനിദ്ര കൊള്ളുന്നു. നബിയുടെ സമ്മതപ്രകാരമായിരുന്നു അത്. ഖലീഫയുടെ ജനാസയുമായി റൗളയെ സമീപിച്ച് സ്വഹാബികൾ പറഞ്ഞു, റസൂലെ, അബൂബക്കറിദാ കാത്തുനിൽക്കുന്നു. ഉടനെ തിരുദൂതരുടെ മറുപടിയുണ്ടായി, കൂട്ടുകാരനെ സ്നേഹിതന്റെ അടുത്തേക്ക് പ്രവേശിപ്പിക്കുക. ആഖിറത്തിൽ അല്ലാഹു നമുക്കും വിജയം നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. തീർച്ചയായും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്.